യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാലേലൂയ. രാജാതിരാജവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. കർത്താവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹാലേലൂയ ഹാലേലൂയ. ഞങ്ങൾ വീണ്ടെടുത്ത കർത്താവേ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. നന്ദി പിതാവേ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിന് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവ മക്കളുടെ മധ്യത്തിലായിരിക്കാം സർവ്വകൃപാലുമായിരിക്കുന്ന ദൈവം അടിൻ്റെ ജീവിതത്തിനും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവ മക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിന രാത്രി ദൈവം നമ്മെ കാത്തു പരിപാലിച്ചു. ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതലിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. വരാമരുന്ന ആപത്തിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, രോഗങ്ങൾ പ്രയാസങ്ങളിൽ നിന്നൊക്കെ കർത്താവ് നമ്മെ വിടുവിച്ച് കാത്ത ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കണ്ണുനീരിൽ നിന്നും വീഴ്ചയിൽ നിന്നും മരണത്തിൽ നിന്ന് വിടുവിച്ച സർവശക്തനായ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അളവുകൂടാതെ കർത്താവ് നമ്മെ സ്നേഹിച്ച കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ഈ പൽക്കാലവും സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവ് നമ്മെ ജയത്തോടെ നടത്തുവാനായിട്ടിടയായിത്തീരും. നാം ഏതെല്ലാം സാഹചര്യത്തിൽ കൂടി ഇന്ന് കടന്നു പോകുമെന്ന് അറിയത്തില്ല, പക്ഷേ നാം ഏതെല്ലാം സാഹചര്യത്തിൽ കൂടി കടന്നു വരുമെന്ന് നന്നായിട്ട് അറിയുന്ന കർത്താവിടെ എല്ലാം കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും കൊണ്ട് ദൈവം നമ്മെ നിറച്ച് നമ്മെ അതിശയകരമായിട്ട് അത്ഭുതകരമായിട്ട് ദൈവം നമ്മെ നടത്തുവാനായിട്ട് ഇടയായിത്തീരും. ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. പ്രിയ ദൈവത്തിലെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ആരൊക്കെ നമ്മെ കൈവിട്ടാലും യേശു കർത്താവ് നമ്മെ ഒരു നാൾ കൈവിടുകയില്ല. സ്തോത്രം. ലോകം നമ്മെ കൈവിടുന്ന സാഹചര്യങ്ങളിൽ കടന്നു വരാം. കുടുംബക്കാർ നമ്മെ കൈവിട്ടെന്നിരിക്കാം. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കൂട്ടുവിശ്വാസികൾ, നമ്മുടെ കൂടെയുള്ള എല്ലാവരും നമ്മെ കൈവിട്ടെന്നിരിക്കാം. പക്ഷേ അവരൊക്കെ നമ്മെ കൈവിടുമ്പോഴും കൈവിടാത്ത ഒരു അരുമരക്ഷൻ കൂടെയുണ്ട്. കാൽവരി നിനക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവരെയും കൊടുത്ത് നിന്നെ വീണ്ടെടുത്ത യേശു കർത്താവ്. ഈ പകൽക്കാലം ആരെങ്കിലും കൈവിടപ്പെട്ടതിൻ്റെ വേദന, തിരസ്കരിക്കപ്പെട്ടതിൻ്റെ വേദന, അവഗണിക്കപ്പെട്ടതിൻ്റെ വേദനയുമായിട്ടായിരിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, യേശു കർത്താവ് നിന്നെ ചേർത്തണയ്ക്കുന്ന പകൽക്കാലമത്രേ. യേശു കർത്താവ് നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ആവർത്തന പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 31 അധ്യായം അതിൻ്റെ 6 വാക്യത്തിൽ ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നു. ബലു ധൈര്യമുള്ളവരായിരിക്കെ അവരെ പേടിക്കരുത്, ഭ്രമിക്കരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോട് കൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ലൈവാ ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, സ്തോത്രം. ചിലതൊക്കെ കേട്ട് നാം ഭയപ്പെടുന്നുണ്ടായിരിക്കാം, ഭീതിപ്പെടുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ വചനത്തിൽ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ബലവും ധൈര്യവും ഉള്ളവരായിരിക്കും. സ്തോത്രം. അതേ സ്തോത്രം. നാം ബലപ്പെട്ടിരിക്കണം, ധൈര്യപ്പെട്ടിരിക്കണം. കാരണം എന്താ? അത് നമ്മോട് കൂടെ ഉള്ളവൻ. സ്തോത്ര. ഹല്ലേലൂയ. ലോകത്തിലുള്ളവനേക്കാൾ വലിയവനത്രേ. സ്തോത്ര. ഹല്ലേലൂയ. അത് ലോകത്തെ ജയിച്ച കർത്താവ് അത്രേ നമ്മളെ കൂടെയുള്ളത്. അതുകൊണ്ട് പ്രിയ ദൈവ പൈതലെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ബലത്തെ ചോർത്തിക്കളയുന്ന ചിലതിനെ നാം വിട്ടുകളയുവാനായിട്ട് ഇടയത്തീർന്ന, നമ്മുടെ ധൈര്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന ചിലതിനെ നാം വിട്ടുകളയണം. ചിലയിടത്തുനിന്ന് വിട്ടോടുവിൻ എന്ന് തിരുവചനത്തിൽ പറയുമ്പോൾ അതേ സ്തോത്രം. ചിലയിടത്ത് നിന്ന് കഴിഞ്ഞാൽ, ചിലരോട് സംസാരിച്ചു കഴിഞ്ഞാൽ നാം പോലും അറിയാതെ നമ്മുടെ ബലം നഷ്ടപ്പെടുന്നു അനുഭവം ഉണ്ടാകാറുണ്ട്. ധൈര്യം ക്ഷയിച്ചു പോകുന്ന അനുഭവങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് നാം വിട്ടു ഓടുവാനായിട്ട് ഇടയായി തീർന്ന കാരണം ഇവിടെ വചനത്തിൽ പറയുന്നു, ബലവും ധൈര്യവും ഉള്ളവരായിരിക്കും. സ്തോത്ര. ഒരു മനുഷ്യനല്ല പറയുന്നത്, സർവശക്തനായ ദൈവം, നമ്മെ വീണ്ടെടുക്കുന്ന സർവശക്തനായ ദൈവം നമ്മോട് പറയണം, ബലമുള്ളവരായിരിക്കും, ധൈര്യമുള്ളവരായിരിക്കും, അവരെ പേടിക്കരുത്. സ്തോത്രം. മനുഷ്യൻ പറയുന്ന പലതിനെ കണ്ട്, അല്ലെങ്കിൽ നമുക്കെതിരായി നിൽക്കുന്ന പ്രതികൂലങ്ങളെ കണ്ട് നാം പേടിക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഈ പൽക്കാലം പ്രിയ ദൈവ പൈതലേ സ്തോത്രം. ഇസ്രായേൽ ജനം ഇസ്രായേലിനെ കണ്ട് ഭയപ്പെട്ടവർ നിലവിളിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോഴും അവരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവരോട് ഭയപ്പെടേണ്ട, മുന്നോട്ട് പോകാനാ പറഞ്ഞത്. അങ്ങനെ ഈ പ്രിയ ദൈവ പൈതലേ സ്തോത്രം, ഈ പ്രഭാതത്തിലും
കർത്താവിന് നിന്നോട് പറയാനായിട്ടുള്ളത്, നീ ധൈര്യമായിട്ട് നീ മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കുക. കർത്താവ് അവിടെ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. കർത്താവ് അവിടെ നിനക്ക് വേണ്ടിയുള്ളതൊക്കെ ഒരുക്കി വച്ചിട്ടുണ്ട്. ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോട് കൂടെ പോകുന്നു. അത് ഒരു മനുഷ്യൻ നിന്റെ കൂടെ പോകുന്നു എന്നല്ല, അല്ലെങ്കിൽ പകരത്തിനായിട്ട് ആരെങ്കിലും കൂടെ വിടാമെന്നല്ല ഇവിടെ വചനത്തിൽ കാണുന്ന. സർവശക്തനായ ദൈവം തന്നെ എന്ത് ചെയ്യുന്നു? നിന്നോട് കൂടെ പോരുന്നു. ആ ദൈവത്തിന്റെ പ്രത്യേകത ഇവിടെ കാണുന്നു. ഞാൻ നിന്നെ വിടുകയല്ല, ഉപേക്ഷിക്കുകയല്ല. പ്രിയ ദൈവത്തിലെ ഇന്ന് ഈ വചനത്തെ മുറുകെ പിടിക്കുക. സ്തോത്ര. നിന്റെ ഏത് സാഹചര്യത്തിലും ഹല്ലേലൂയ നിന്നെ കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത ദൈവം. ഹല്ലേലൂയ നിന്റെ രോഗാവസ്ഥയിൽ ഡോക്ടർമാർ കൈവിട്ടെന്നിരിക്കാം, കൂടെ ഉള്ളവരൊക്കെ കൈവിട്ട് കളഞ്ഞെന്നിരിക്കാം. നിനക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ നിന്റെ സഹായത്താൽ ജീവിച്ചവർ വരെ നിന്നെ കൈവിട്ട് കളഞ്ഞെന്നിരിക്കാം. സ്തോത്ര. അതേ സ്തോത്ര. കൂട്ടുവിശ്വാസികൾ നിന്നെ കൈവിട്ടെന്നിരിക്കാം. സ്തോത്ര. ഒരു പ്രതിസന്ധിയുടെ നടുവിൽ കൂടി നീ കടന്നു പോകുമ്പോൾ സ്തോത്രം, അതേ നിന്റെ കൂടെ നിൽക്കാം, അതേ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരാം, നിന്റെ കൂടെ എന്തിനു നിൽക്കാമെന്ന് പറയുന്നവരൊക്കെ നിന്നെ കൈവിട്ടു പോകുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പോഴും നിന്നെ കൈവിടാതെ ചേർത്തണയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. നിന്നെ ഉപേക്ഷിച്ച് കളയാത്തൊരു കർത്താവുണ്ട്. കാരണം എന്താ? സ്തോത്ര. ആ കാൽവരി സ്തോത്രം, എന്റെ യേശു കർത്താവ് എല്ലാവരും കൈവിടപ്പെട്ടതിന്റെ വേദന എന്തെന്ന് എന്റെ കർത്താവ് രുചിക്കുവാനായിട്ടിടയെ തീർന്നു. പ്രിയ ദൈവ പൈതലെ, ഒരു സാഹചര്യത്തിൽ കൂടെ, ഒരു വേദനയെ കൂടി കടന്നുപോയ ഒരു വ്യക്തിക്കും മാത്രമേ സ്തോത്രം ഹല്ലേലൂയ അതേ സ്തോത്രം ആ വേദനയുടെ ആഴത്തെ തിരിച്ചറിയുവാനായിട്ട് കഴിയത്തുള്ളൂ. സ്തോത്ര. നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പം നോർക്കുമ്പോൾ, അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ, മരിച്ചവരെ ഉയർപ്പിക്കുമ്പോഴെല്ലാം യേശു കർത്താവിന്റെ കൂടെ എവിടെ നോക്കിയാലും വലിയൊരു പുരുഷാരമുണ്ട്. പക്ഷേ മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി കാൽവരി ക്രൂശി എന്റെ കർത്താവ് യാഗമായി തീരുന്ന സാഹചര്യത്തിൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം. നിന്നോട് കൂടെ മരിക്കുവാൻ വരെ ഒരുക്കമെന്ന് പറഞ്ഞ പത്രോസം വാക്കുകൾ കൊണ്ട് മാറിപ്പോകുന്ന ഒരു അനുഭവം കാണുന്നു. തന്റെ കൂടെ ആരും നിൽക്കാതവണ എല്ലാവരും മാറിപ്പോയി പോലും അവിടെ കാണുവാൻ സാധിക്കുന്നു. ആ വേദനയുടെ നമ്മുടെ പാപത്തിന്റെ കാഠിന്യത വന്ന സാഹചര്യത്തിൽ സ്വന്തം പുത്രനെ പിതാവ് കൈവിട്ട ഒരു അനുഭവം 22 സങ്കീർത്തനത്തിൽ കാണുവാൻ സാധിക്കുന്നു. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന്. ഹല്ലേലൂയ. ആ കൈവിടപ്പെട്ടതിന്റെ വേദന സ്തോത്രം. അതേ ഒരു പാപിയിലേക്ക് ഒരു വ്യക്തി വേദനയുടെ അസഹനീയമായ സാഹചര്യത്തിൽ അതേ സ്തോത്രം അനുഭവിക്കുന്ന വേദന, ആ കാഠിന്യം എന്തെന്ന് എന്റെ യേശു കർത്താവ് കാൽവരി ക്രൂശി തനിച്ച് അറിയുവാനായിട്ട് ഇടയായി തീർന്നു. ആ കർത്താവിന് പ്രിയ ദൈവ പൈതലെ, നിനക്ക് വേണ്ടി ജീവൻ കൊടുത്ത, നിനക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ വീണ്ടെടുപ്പിനായിട്ട് കൊടുത്തതായ യേശു കർത്താവിന് വില കൊടുത്തവനെ ഹല്ലേലൂയ സ്തോത്രം, നിന്നെ കൈവിട്ട് കളയാൻ കഴിയത്തില്ല. ഇന്ന് ഈ പ്രഭാതത്തിൽ കൈവിടപ്പെട്ടതിന്റെ വേദന നിന്നെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം. നിന്റെ കൂടെ നിന്നവർ പലരും നിന്നെ കൈവിട്ട് കാണുമായിരിക്കാം, നിന്നെ സ്തോത്രം മാറ്റി നിർത്തി കാണുമായിരിക്കാം. അതേ സ്തോത്രം, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ സ്തോത്രം, യേശു കർത്താവ് നിന്നെ ചേർത്തണയ്ക്കും. സ്തോത്രം. യേശു കർത്താവ് നിന്നെ ഉപേക്ഷിച്ച് കളയ്ക്കുകയല്ല. അതുകൊണ്ട് 27 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ സ്തോത്രം. ഹല്ലേലൂയ. നാം ചിലപ്പോൾ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ നമ്മെ ഉപേക്ഷിച്ചെന്നിരിക്കാം. പക്ഷേ അവിടെ ഉപേക്ഷിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയെന്ന് പറയട്ടെ. സ്തോത്ര. ഹല്ലേലൂയ. അതേ സ്തോത്ര. ആരെങ്കിലും കഷ്ടതയുടെ മധ്യത്തെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ നാം ദൈവത്തിലുള്ള ആശ്രയത്തിന് കുറച്ച് കുറവ് വരുത്തും. പക്ഷേ എല്ലാവരും കൈവിടപ്പെടുന്ന ഒരു സന്ദർഭം വരുമ്പോൾ നമ്മുടെ നോട്ടം ദൈവത്തിലേക്കാകും. ഹല്ലേലൂയ. അവിടെയാ ഹല്ലേലൂയ. അതേ പ്രിയ ദൈവമക്കളെ, ദൈവത്തിന് നമ്മോട് സംസാരിക്കാനായിട്ടുള്ളത്, കർത്താവിന്റെ സ്നേഹത്തെ നമ്മുടെ മേൽ പകരാനായിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ പറയട്ടെ, ആരെങ്കിലും നിന്റെ കൂടെ നിൽക്കാതെ കൈവിട്ട് കളഞ്ഞു വെക്കേ, നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു വെക്കേ, അതെ നിന്നെ തിരസ്കരിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട. ആ സ്ഥാനത്ത് എന്റെ അപ്പന്റെ സ്നേഹത്തെ, അപ്പന്റെ സാന്നിധ്യത്തെ ഫില്ല് ചെയ്യുവാനാ യേശുവിന്റെ നാമത്തെ ഈ പകൽക്കാലം ആരെയൊക്കെയോ കർത്താവിന്റെ സ്നേഹം കൊണ്ട് പൊതിയുന്ന പകൽക്കാലം അത്രേ. ആരൊക്കെയോ എനിക്കാരുമില്ലല്ലോ, എല്ലാവരും എന്നെ കൈവിട്ടല്ലോ എന്നുള്ള ആകുലത നിന്റെ ഹൃദയം പിടയുമ്പോൾ സ്തോത്ര, പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, അതെ എന്റെ യേശു കർത്താവ്
കർത്താവിന്റെ ആഴമേറിയ സ്നേഹത്തെ ഈ പകൽക്കാലം നിന്റെ മേൽ കർത്താവ് പതിപ്പിക്കാൻ പോകിയ സ്തോത്ര. നീ ഒറ്റയ്ക്കല്ല സ്തോത്ര. ഹല്ലേലൂയ. നിന്റെ കൂടെ യേശു കർത്താവ് കൂടെയുണ്ട് സ്തോത്ര. നിന്റെ വേദനയിൽ കർത്താവ് കൂടെയുണ്ട്. നിന്റെ രോഗശയ്യെ താങ്ങുന്ന ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. ആരും കാണാതെ നിന്റെ ഹൃദയം പൊട്ടിക്കരയുമ്പോ ഹല്ലേലൂയ നിന്റെ കണ്ണുനീർ തുടപ്പാൻ ഹല്ലേലൂയ മതിയായ കർത്താവ് നിന്റെ കൂടെയുണ്ട് സ്തോത്ര. ഹല്ലേലൂയ. അതേ നിന്റെ ഹൃദയം പിടയുമ്പോ, നിന്റെ ഹൃദയം തകരുമ്പോ പ്രിയ കുഞ്ഞെ സ്തോത്ര. ഹല്ലേലൂയ. നിന്നെ ചേർത്തണയ്ക്കുന്ന ഒരു അരിമരക്ഷകനുണ്ട് സ്തോത്ര. ഹല്ലേലൂയ. ആ കർത്താവ് നിന്നെ കൈവിടാൻ കഴിയത്തില്ല. ആ കർത്താവ് നിന്നെ കൈവിട്ട് കളയും. നമുക്ക് വിശ്വസിച്ച് ആശ്രയിക്കാൻ കഴിയുന്ന ഒരേ ഇടമെന്ന് പറയുന്നത് എന്റെ യേശുപ്പന്റെ പാദപീഠം മാത്രമാണ്. ഹല്ലേലൂയ. അങ്ങനെ ആ പാദപീഠത്തിൽ ഒന്ന് ആശ്രയിക്കുവാൻ തയ്യാറാക്കുക സ്തോത്ര. ക്രിസ്തുവിനെ കർത്താവുമായി ആത്മാർത്ഥമായി അംഗീകരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഈ വചനത്തെ പറഞ്ഞിരിക്കുകയാണ് സ്തോത്ര. എബ്രായർക്കെതിരെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ ഈ വചനത്തെ വീണ്ടും പറയുന്നതായിട്ട് കാണുന്നു. എബ്രായർക്കെ ലേഖനം 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആകയാ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. എന്ത് ചെയ്യുന്നു? മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. പ്രിയ ദൈവ പൈതലേ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും കർത്താവ് നമ്മുടെ കൂടെയുണ്ടോ. നീ ഒരിടത്തും പരാജയപ്പെടുകയില്ല. നീ ഒരിടത്തും തളർന്നു പോകുകയില്ല. നീ ഒരിടത്തും വീണ് പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കാലുകൾ ഇടറുമ്പോ, മനസ്സുകൾ പതറുമ്പോ, അതേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത ദൈവം നിന്നെ കരത്തി താങ്ങുവാനായിട്ട് ഇടയായിത്തീരാ. നിന്നെ ശക്തീകരിക്കുവാനായിട്ട് ഇടയായിത്തീരാ. നിന്നെ ബലപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരാ. ഇവിടെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം. നമ്മുടെ ഭൗതികമായ ഏത് വിഷയങ്ങളുടെ മധ്യത്തിലായിക്കൊള്ളട്ടെ, കർത്താവ് നമ്മുടെ സഹായനായിട്ട് കൂടെയുണ്ട് എന്ന് തിരുവചനത്തിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നു, ആകെ കർത്താവ് എനിക്ക് തുണ. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. അതേ കഷ്ടതയിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരൊക്കെയും അകലം വിട്ട് മാറിപ്പോകുമ്പോഴും കഷ്ടത ഏറ്റവും അടുത്ത തുണയായി. ഹല്ലേലൂയ. നിന്റെ കഷ്ടതയിൽ ആരും കാണത്തില്ല സ്തോത്ര. ഹല്ലേലൂയ. ഇനി ആരൊക്കെ നിനക്ക് വേണ്ടി ഉണ്ടെന്ന് പറഞ്ഞാല് ആ കഷ്ടതയുടെ തീച്ചുളയുടെ നടുവിൽ കൂടി കടന്നു പോകുമ്പോ അതേ കൂട്ടം വിട്ട് ചിതറിപ്പോകുന്നത് പോലെ, അതേ ഒരു ഫോൺ കോൾ പോലും ആരും എടുക്കുവാൻ ഇല്ലാതെ നിന്നെ പലരും കാണുമ്പോഴും മുഖം തിരിച്ചു പോകും. പക്ഷേ മുഖം തിരിച്ചു പോകാതെ നിന്നെ ചേർത്തണയ്ക്കുന്ന ഒരേ ഒരു ഇടമെന്ന് പറയുന്നത് എന്റെ യേശുപ്പച്ചന്റെ ഇടം മാത്രമാണ്. ആ യേശുപ്പം മാത്രമാണ്. ഹല്ലേലൂയ. കാരണം എന്താ സ്തോത്ര? ഒരു അപ്പനും അമ്മയും പോലും നിനക്ക് വേണ്ടി ജീവൻ കൊടുത്തില്ല. നിനക്ക് വേണ്ടി ജീവൻ കൊടുത്തത് എന്റെ യേശു കർത്താവ് മാത്രമാണ്. ആ ജീവൻ കൊടുത്തവനെ നിന്റെ വില എന്തെന്നറിയാം. നീ അനുഭവിക്കുന്ന വേദന എന്തെന്നറിയാം. നിന്റെ സ്തോത്ര തിരസ്കരണം എന്തെന്നറിയാം. ആ അപ്പന് പറയാനൊട്ടുള്ളത്, ഞാൻ നിന്നെ കൈവിടുകയില്ല. അതെവിടെ കാണുന്നു? കർത്താവിന്റെ തുണ, ഞാൻ പേടിക്കല്ല. പ്രതിസന്ധിയുടെ നടുവിലാണോ കടന്നു പോകുന്നത്? ഇന്ന് നോക്കി പറയുമോ, ഞാൻ ഇതിന്റെ നടുവിൽ പേടിക്കല. കർത്താവിന്റെ തുണയായി കൂടെയുണ്ട്. കർത്താവിന്റെ തുണയായി കൂടെയുണ്ട്. ഞാൻ പേടിക്കല്ല. ഈ പ്രതിസന്ധിയുടെ മധ്യേ ഞാൻ പേടിക്കല്ല. ഈ പ്രതിസന്ധിയെ ജയിക്കുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപയെ ദൈവം എന്റെ മേൽ പകർന്നു തരുമെന്ന് പറഞ്ഞ് നീ ധൈര്യത്തോടെ നിൽക്കുന്നിടത്ത് ഉറച്ചു നിൽക്ക. സർവശക്തനായ ദൈവം നിന്നെ ശക്തീകരിച്ച് നിന്നെ താങ്ങി ബലപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് കാണുവാൻ സാധിക്കുന്നു, മനുഷ്യനോട് എന്ത് ചെയ്യും? ദൈവം തുണയായി നിൽക്കുമ്പോ പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിലെ മനുഷ്യന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിന്നെ അതിർവരം വിട്ട് നിന്നെ കാക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. അതാ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ശിഷ്യന്മാരുമായിട്ട് യേശു കർത്താവ് ഗദരദേശത്തേക്ക് കടന്നു പോകുമ്പോ യേശു കർത്താവ് എവിടെങ്കിലും പോയല്ല കിടന്ന അമരത്ത് കിടന്നു. ഹല്ലേലൂയ. അതേ സ്തോത്ര. അമരത്ത് കിടന്ന ആ അമരം മുങ്ങാതെ എന്ത് ചെയ്യുന്നു? അമരക്കാരനെ തൊടാതെ തന്റെ ശിഷ്യന്മാരെ തൊടാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിനക്ക് ചുറ്റും കോട്ട കെട്ടി കാവല നിൽക്കുന്ന കർത്താവുണ്ട്. ആ കർത്താവിനെ തൊടാതെ നിന്നെ തൊടാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആ വചനത്തിൽ പറഞ്ഞ, ഞാൻ നിന്നെ ഉള്ളം കരത്തിൽ വരച്ചിരിക്കുന്നു. ആ കരത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുപോകാൻ ഞാൻ ആരെയും അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഈ പൽക്കരെ നാം ഭയപ്പെടണ്ട.
ദൈവം നമുക്ക് അനുകൂലമയ്ക്ക് പ്രതികൂലം ആർ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം അനുകൂലമാണോ എന്ന് എപ്പോഴും നോക്കണം. സ്തോത്രം. ദൈവത്തിന് നമ്മോട് കൂടെ ഇരിക്കുക, ദൈവത്തിന് നമ്മോട് കൂടെ ചലിക്കുക. നമ്മുടെ ജീവിതങ്ങൾ ഭയത്തോട്, ഭക്തിയോട്, വിശ്വസ്തയോട്, വിശുദ്ധിയോട് കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ സാഹചര്യങ്ങൾ എത്ര തന്നെ കാഠിന്യപ്പെട്ടാല്, സാഹചര്യങ്ങൾ എത്ര തന്നെ പ്രതികൂലമായാല്, പ്രിയ ദൈവ പൈതലേ സ്തോത്രം, നീ ആരാണെന്ന് ദൈവം തെളിയിച്ച് പുറത്തു കൊണ്ടുവരിക. നിന്നെ കൈവിടാത്ത ദൈവം, നിന്നെ ഉപേക്ഷിക്കാത്ത കർത്താവ് നിന്റെ കൂടെ ഇരിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. തീമോഥെയോസിലെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്ര. 2 തീമോഥെയോസ് 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 16-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അത് എനിക്ക് കണക്കിടാതിരിക്കട്ടെ, അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ. കാരണം എന്താണ്? തന്റെ കൂടെ നിൽക്കേണ്ടവരൊക്കെ എന്ത് ചെയ്യുന്നു? എല്ലാവരും തന്നെ കൈവിട്ടു. അവിടെ വചനത്തിൽ വ്യക്തമായി പറയുന്നു, തന്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണയായിട്ടില്ല. പക്ഷെ എബ്രായ ലേഖനത്തിൽ പറയുന്നു, കർത്താവ് നമുക്ക് തുണ. ഹല്ലേലൂയ. ആരും തുണയായിട്ട് പൗലോസിന്റെ കൂടെ ഇല്ല, പക്ഷേ എല്ലാവരും എന്നെ കൈവിട്ടു. അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ എന്ന് പറയുന്നു. കർത്താവോ എനിക്ക് തുണ നിന്നു. പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികൾ കേൾക്കാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ആരും നമ്മുടെ കൂടെ കാണത്തില്ലായിരിക്കാം, പക്ഷേ അവിടെയും നിന്നെ കൊണ്ട് പൂർത്തീകരിക്കേണ്ടതിനായിട്ട് നിന്നെ ശക്തീകരിക്കുന്നു. അവിടെ വചനത്തിൽ പറയുന്നു, കർത്താവ് എനിക്ക് തുണ നിന്നു. എന്തിനു വേണ്ടി? പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിക്കുവാൻ. ഹല്ലേലൂയ. അതെ, നിന്നെ കൊണ്ട് നിവർത്തിക്കേണ്ടത്, നീ ചെയ്യേണ്ടത് ചെയ്ത് പൂർത്തീകരിക്കേണ്ടതിനായിട്ട് കർത്താവ് നിനക്ക് തുണയായിരിക്കും. പ്രിയ ദൈവത്തിലെ, നിന്റെ കൂടെ ആരും വേണ്ട. സ്തോത്രം. പക്ഷെ നിന്റെ മേൽ കൈമാറിയത് നിന്നെ കൊണ്ട് പൂർത്തീകരിക്കേണ്ടതിനായിട്ട്, അതിനെ നിവർത്തീകരിക്കേണ്ടതിനായിട്ട് കർത്താവ് തുണയായി നിൽക്കും. ഹല്ലേലൂയ. അതെ, ഈ പകൽക്കാലം തുണയായിരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് നിങ്ങളെ തൊടുകയാ. സ്തോത്ര. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സിലെ ആകുലതകളെ ദൈവം മാറ്റുകയാ. എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ആ ചഞ്ചലിക്കുന്ന ഹൃദയത്തിനകത്തുള്ള ആ ചിന്തകളെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുകയാ. സ്തോത്രം. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, സകല ജാതികളും കേൾക്കുവാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ ഏൽപ്പിച്ചത് ചെയ്യേണ്ടതിനായിട്ട് അതേ നിന്നെ ശക്തീകരിക്കുന്ന സർവശക്തനായ ദൈവം കൂടെയുണ്ട്. സ്തോത്ര. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നീ തളർന്നു പോകണ്ട, നീ ക്ഷീണിച്ചു പോകണ്ട. സ്തോത്ര. ഹല്ലേലൂയ. നിന്നെ കൈ പിടിച്ചിരിക്കുന്ന കർത്താവ് നിന്നെ തള്ളിക്കളയുന്ന ഒരു കർത്താവല്ല. സ്തോത്രം. നിന്നെ താങ്ങുന്ന ഒരു കർത്താവ് അത്രേ. ഹല്ലേലൂയ. അങ്ങനെ ഈ തിരുവചനത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, ആരൊക്കെ നമ്മെ കൈവിട്ട് കളഞ്ഞാലോ, ആരൊക്കെ നമ്മെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാലോ, പ്രിയ ദൈവ പൈതലേ സ്തോത്രം, എന്റെ യേശു കർത്താവ് നിന്നെ കൈവിട്ടുകയില്ല, നിന്നെ ഉപേക്ഷിച്ച് കളയുകയില്ല. സ്തോത്ര. ഹല്ലേലൂയ. അതേ സ്തോത്രം. ചിലപ്പോൾ സഹോദരങ്ങൾ കൈവിട്ടെന്നിരിക്കാം. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ജോസഫിന്റെ ജീവിതത്തിനകത്ത് അതേ സ്തോത്രം, സ്വന്തം സഹോദരങ്ങളെ തന്നെ പൊട്ടക്കിണറ്റിലെടുത്തത് ഇസ്മേൽ കച്ചവടക്കാർക്ക് ഇട്ടുകൊടുക്കുന്നു. പക്ഷേ അവിടെയൊക്കെയും സ്തോത്രം തന്റെ ജീവിതത്തിൽ കൊടുത്ത ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കരണത്തിനായിട്ട് ദൈവം കൂടെ നിന്നു. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ സ്തോത്രം. അതേ, ദൈവം നിന്റെ കൂടെ നിൽക്കും. നിന്റെ മേൽ കിടക്കുന്ന ദർശനം വലുതെങ്കിൽ, നിന്റെ മേൽ കിടക്കുന്ന നിയോഗം, നിന്റെ മേൽ കിടക്കുന്ന വിളി വലുതെങ്കിൽ, പ്രിയതേ മക്കളെ, ചിലതൊക്കെ നിന്നെ മാറ്റും. ഹല്ലേലൂയ. ചിലതൊക്കെ നിന്നെ കൈവിട്ട് കളയും. കാരണം എന്താ? സ്തോത്രം. അവിടെയൊക്കെയും കർത്താവ് നിന്റെ കൂടെ. ചിലതൊക്കെ നിന്റെ കൂടെ നിൽക്കുമ്പോൾ കർത്താവിന് നിന്റെ കൂടെ മതിയായ രീതി നിൽക്കാനായിട്ട് കഴിയത്തില്ല. സ്തോത്രം. അപ്പൊ ചിലതിനെയൊക്കെ കർത്താവ് തന്നെ അങ്ങ് മാറ്റിക്കളയും. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ നമ്മൾ നിരാശപ്പെടേണ്ട, നമ്മൾ ആകുലപ്പെടേണ്ട. അയ്യോ, എന്നാൽ അവരെന്നെ കൈവിട്ട് കളഞ്ഞല്ലോ കർത്താവേ എന്നോർത്ത് നമ്മൾ ഭാരപ്പെടേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ സ്തോത്രം, അവരുടെ അസാന്നിധ്യം ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഫില്ല് ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് ഈ പകൽക്കാലം നിങ്ങൾ എവിടേക്ക് ആരുടെ അസാന്നിധ്യത്തിൽ വേദന അനുഭവിക്കുന്നു, അപ്പനായോ അമ്മയായോ സഹോദരങ്ങളായോ ഫ്രണ്ട്സായ ആരുടെയൊക്കെയോ അസാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ വേദന ഉണ്ടാക്കുന്നുവോ, അവിടെയെല്ലാം അപ്പനായിരുന്നു, അമ്മയായിരുന്നു, സഹോദരൻ
സഹോദരങ്ങളായി കൂട്ടസ്നേഹിതനായിരുന്ന എല്ലാമായിരുന്നു എൻ്റെ അപ്പം കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കുക, ആരൊക്കെയോ കർത്താവ് ചേർത്ത് പിടിക്കുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. ആരൊക്കെ കൈവിടപ്പെട്ടതിന്റെ അനുഭവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് തിരിച്ചു പിടിക്കുക. ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹം നിങ്ങളെ പൊതിയെ, പ്രിയ ദൈവമക്കളെ, നിങ്ങളെ സ്നേഹിക്കുന്ന അതേ സ്തോത്രം, നിങ്ങളെ കരുതുന്ന, നിങ്ങളെ സ്തോത്രം, നിങ്ങളെ കണ്ട് മനസ്സറിയുന്ന, നിങ്ങളോട് സ്തോത്രം അലിവ് തോന്നുന്ന യേശു കർത്താവ് നിങ്ങളെ കൈവിട്ട് കളയുകയല്ല. ഹല്ലേലൂയ. സ്തോത്രം. ഈ പൽക്കാലം നിങ്ങൾ പുറത്തു വരികയാ. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവ് നിങ്ങളെ കൈവിട്ട് കളയുകയല്ല. സ്തോത്രം. നിനക്ക് വിശ്വസിക്കുവാൻ കാര്യം. ഹല്ലേലൂയ. നിന്റെ ഏത് വിഷയത്തിന്റെ നടുവിലും ഹല്ലേലൂയ ആർക്കും വിടുവിപ്പാൻ കഴിയാതെ ഇരിക്കുമ്പോഴും പ്രിയ ദൈവ പൈതലേ സ്തോത്രം, ആ വിഷയത്തിന്റെ നടുവിലേക്ക് എന്റെ യേശു കർത്താവ് ഇറങ്ങി വരും. ഹല്ലേലൂയ. അതുകൊണ്ട് തിരുവചനത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതേ സ്തോത്രം, രോഗാവസ്ഥയിൽ കിടന്ന ഓരോരുത്തരുടെ അടുക്കലേക്ക് സ്തോത്രം എന്റെ യേശു കർത്താവ് അടുത്തു ചെന്നു. ഹല്ലേലൂയ. അതേ സ്തോത്രം. അതേ 38 വർഷമായി കുളക്കരെ കിടന്ന മനുഷ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ സഹായിപ്പാൻ ആരുമില്ല. 38 വർഷത്തെ ഒരു അനുഭവം. ലോകം കൈവിട്ട് ആരും അവനെ സഹായിപ്പാനില്ലാതെ എല്ലാവരും ഉപേക്ഷിച്ച് അവിടെ കിടക്കുമ്പോഴും എന്റെ യേശു കർത്താവിനെ തേടിപ്പോയി. ഇന്ന് ഞാൻ പ്രഭാതത്തിൽ പറയട്ടെ, ആരെങ്കിലുമൊക്കെ ഉപേക്ഷിച്ചു എന്നോർത്ത് നിരാശപ്പെടരുതേ. എന്റെ യേശു കർത്താവ് നിന്റെ അടുക്കിലേക്ക് ഇന്ന് വരികയാ. സ്തോത്ര. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം തകർന്നു പിടയും പോലും നിന്നെ ചേർത്ത് പിടിക്കുവാൻ. ഹല്ലേലൂയ. അബിലാപുറത്ത് കുന്തം കൊണ്ട് കുത്തിയപ്പോ അവിടെ നിന്ന് വെള്ളം വന്നു തിരുവചനത്തിൽ കാണുമ്പോ പ്രിയ മക്കളെ, മാറോടൊന്ന് ചേർത്തടച്ച് ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറയുക. നമ്മുടെ ജീവിത സാഹചര്യത്തിലൊക്കെയും നമ്മെ സ്നേഹിച്ചവർ, നമ്മെ സഹായിച്ചവരൊക്കെയും നിന്നെ കണ്ടില്ല, കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മാറിപ്പോകും. അപ്പൊ പിടയുന്ന ഒരു ഹൃദയമില്ലേ നിന്റെ ഉള്ളിനകത്ത്? പക്ഷെ ഞാൻ പറയട്ടെ, ആ പിടഞ്ഞ ഹൃദയത്തിനകത്തേക്ക് ആ ക്രൂശിൽ നിനക്ക് വേണ്ടി ചൊരിയപ്പെട്ട ആ സ്നേഹത്തിന്റെ പൂർണ്ണത, ഓ ജീസസ്, ഹല്ലേലൂയ, ഇന്ന് കർത്താവ് നിന്നെ പൊതിയെ. എനിക്കറിയില്ല, പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, കർത്താവിന് നിനക്ക് ഒരിക്കലും ഓടി അകലാൻ പറ്റാത്ത രീതിയിൽ കർത്താവിന്റെ സ്നേഹത്തെ ഇന്ന് നിങ്ങളുടെ മേൽ കർത്താവ് പകരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. എന്തിനെയൊക്കെ ഏതിനെയൊക്കെ നീ സ്നേഹിച്ചില്ലേ? ഹല്ലേലൂയ. ആരൊക്കെ ഉണ്ടെന്ന് ഓർത്ത് നീ ഓടി മാറിയില്ലേ? കർത്താവ് നിന്നെ പലപ്പോഴും വിളിച്ചപ്പോ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, സ്തോത്രം. ഹല്ലേലൂയ. അകലം വിട്ടു പലരും പോയപ്പോഴും നിന്നെ വീണ്ടും വീണ്ടും അടുക്കൽ വിളിച്ച യേശു കർത്താവ് പറയുന്നു, അതെ, എന്റെ അടുക്കൽ വാ, ഞാൻ നിന്നെ കൈവിട്ട് കളയുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിച്ച് കളയുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമേ സ്തോത്രം. നമുക്കറിയാം, സ്തോത്രം, പത്രോസ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യേശുവിനോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ നിന്റെ കൂടെ മരിക്കുവാൻ ഒരുക്കമാണ്. പക്ഷേ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യേശു കർത്താവ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. പ്രിയതേ മക്കളെ, സ്തോത്രം. ഇതാ ലോകം എന്ന് പറയുന്നത്, സ്തോത്രം. പക്ഷേ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, മറ്റുള്ളവർ നിന്നെ തള്ളി പറയുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോഴും, നിന്നെ അറിയുന്നില്ല എന്ന് പറയുമ്പോഴും, സ്തോത്രം, നിന്നെ അറിയുന്നുണ്ട്. ഞാൻ അവനെ അറിയുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ അവനെ നന്നായിട്ട് അറിഞ്ഞു എന്ന് പറയുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ ഒറ്റുകൊടുക്കാത്തൊരു കർത്താവ്, നിന്നെ മറ്റുള്ളവർ മുമ്പ് കുറ്റം പറയാത്തൊരു കർത്താവ്. സ്തോത്രം. പാപിയായ സ്ത്രീ യേശുവിന്റെ അടുക്കൽ മറ്റുള്ളവർ കല്ലെറിയാൻ വന്നപ്പോൾ ഓടി വന്നു. നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു കർത്താവളെ കുറ്റപ്പെടുത്തിയില്ല. യേശു കർത്താവ് കുനിഞ്ഞിരുന്ന് എഴുതിയിട്ട് വന്നവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ. യേശു കുനിഞ്ഞി എഴുതിക്കൊണ്ടിരുന്നു. നമുക്ക് കാണുവാൻ സാധിക്കുന്ന അല്പസമയം കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് നിവർന്നു നോക്കിയപ്പോൾ ആരുമില്ല. അവിടെയും എൻ്റെ യേശു കർത്താവ് കുറ്റം പറഞ്ഞില്ല. യേശു കർത്താവ് പറഞ്ഞു, അധികം തിന്മയായി ഭവിക്കാതിരിപ്പാ, ഇനി പാപം ചെയ്യത്. ഇതാ പ്രിയതേ മക്കളെ, ഇന്ന് ഞാൻ പറയട്ടെ, നീ ചെയ്ത ഒരു തെറ്റിന്റെ ഫലമായിട്ട് നീ ജീവിതകാലം മുഴുവൻ വേദന അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം. നെടുവീർപ്പിൽ കൂടി കടന്നു പോകുന്നുണ്ടായിരിക്കാം. എല്ലാവരും നിന്നെ കൈവിട്ട് കളഞ്ഞു കാണുമ്പോൾ എനിക്കിനി ആശ്രയം ആരുമില്ലല്ലോ എന്നോർത്ത് ഇനി എന്തിനു നീ ജീവിക്കുന്നു എന്നൊരു ചിന്ത നിന്റെ മൈൻഡിൽ കടന്നു വരുമ്പോൾ ഈ പകൽക്കാലം എനിക്കറിയില്ല, പരിശുദ്ധാത്മ പറയുന്നു, ചില ആത്മഹത്യയുടെ പ്രവണതകളെ പരിശുദ്ധാത്മ നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുകയാ. യേശുവിന്റെ നാമത്തിൽ നിനക്ക് ആരുമില്ല
പറ്റില്ല എന്നുള്ള ചിന്തകൾ, നിരാശകൾ കൊണ്ടിട്ട്, ആകുലകൾ കൊണ്ടിട്ട് നിന്റെ ജീവിതത്തെ തന്നെ തകർത്ത് കളയുക ശത്രു വെല്ലുവിളിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ കരുതുന്ന, നിന്നെ കൈവിടാത്ത, നിന്നെ ഉപേക്ഷിക്കാത്ത യേശു കർത്താവുണ്ട്. ഹല്ലേലൂയ. നീ ദൈവത്തിങ്കിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹം നിന്നെ തൊടുകയ. പ്രിയ ദൈവ കുഞ്ഞെ, നീ ശബ്ദം കേൾക്കുന്നത് നിന്നെ കർത്താവ് സ്നേഹിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ആ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ കഴിയുന്ന, നിന്റെ അവസ്ഥകൾക്ക് നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന യേശു കർത്താവ് നിന്നെ കൈവിട്ട് കളയുകയല്ല. സ്തോത്രം. ഹല്ലേലൂയ. ആത്മഹത്യ എന്ന് പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ഒരു ഒളിച്ചോട്ടം മാത്രമാണ്. അത് ഒരല്പ ടൈമിനകത്തൊക്കെയുള്ള ഒരു ഒളിച്ചോട്ടം മാത്രമാണ്. പക്ഷെ ഒരു നിത്യ തീയുടെ അഗാധ കുഴിയിൽ നീ വീണു പോകും. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ആ നിത്യമരണത്തിൽ നിന്ന്, ഹല്ലേലൂയ, നിന്നെ വിടുവിക്കുവാനാ എന്റെ യേശു കർത്താവ് കാൽവരിയിൽ നിനക്ക് വേണ്ടി യാഗമായി തീർന്നത്. കാൽവരിയിലേക്ക് ഒന്ന് നോക്ക്. ആ കർത്താവിന്റെ സ്നേഹം നിനക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. നിന്നെ കർത്താവിന്റെ സ്നേഹം കൊണ്ട് പൊതിയ. സ്തോത്രം. പ്രിയ ദൈവത്തിലെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, എന്റെ യേശു കർത്താവ് നിന്നെ കൈവിടുകയല്ല. അതുകൊണ്ട് ആരൊക്കെ നിങ്ങളെ കൈവിട്ട് കളയട്ടെ, നിങ്ങളുടെ ഏത് അവസ്ഥയിലും മറ്റുള്ളവർ നിന്നെ ഉപേക്ഷിച്ച് കളയട്ടെ, എന്റെ യേശു കർത്താവ് നിന്നെ കൈവിട്ട് കളയല്ല. അതുകൊണ്ട് നീ ഉറപ്പുള്ളവനായിരിക്കുക, നീ ബലമുള്ളവനായിരിക്കുക, ധൈര്യമായിട്ടിരിക്കുക. ഹല്ലേലൂയ. ഭയത്തിന്റെ ആത്മാവിനെ ഈ പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. കർത്താവിന്റെ കൃപ, കർത്താവിന്റെ സ്നേഹം, ഹല്ലേലൂയ, നിങ്ങളെ പൊതിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ആരൊക്കെ നിങ്ങളെ കൈവിട്ടാലും എന്റെ യേശു കർത്താവ് നിങ്ങളെ ഒരു നാളും കൈവിടുകയല്ല, ഉപേക്ഷിക്കുകയല്ല. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നീ ശബ്ദം ശ്രവിക്കുന്നവരുടെ ചെറുത്ത് ദൈവകരങ്ങളിൽ തരുന്നു. മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ടവരായി, കൈവിടപ്പെട്ടവരായി വേദന അനുഭവിക്കുന്ന, നിലവിളിക്കുന്ന, ആകുലപ്പെട്ടിരിക്കുന്ന നമ്മുടെ ജനത്തിനെ ഈ ദൈവവചനം കർത്താവ് വിടുതലായി തീരട്ടെ. ഓരോരുത്തരുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ദൈവവചനത്തിന്റെ റീമ കർത്താവെ, അവരുടെ നിരാശകളിൽ നിന്ന്, അവരുടെ ആകുലതകളിൽ നിന്ന്, ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്നുള്ള ആ ഒരു ചിന്താ അനുഭവങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവെ അങ്ങയുടെ സാന്നിധ്യം അവരെ ക്യാരി ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത കർത്താവ് ഏത് സാഹചര്യത്തിലും, ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഏത് രോഗത്തിന്റെ മൂർച്ഛന്യ അവസ്ഥയിലും എന്റെ അപ്പൻ എന്റെ കൂടെയുണ്ടെന്നുള്ള ആ സ്നേഹനിധിയായിരിക്കുന്ന കർത്താവിന്റെ സ്നേഹം അവരുടെ ഹൃദയങ്ങളുടെ അകത്തേക്ക് ഇന്ന് ഫില്ലായി തീരട്ടെ. കർത്താവേ, രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന തന്റെ ജനത്തെ ഈ വചനത്താൽ അങ്ങ് വിടുവിക്കുക. കർത്താവേ, അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം. മുഴുവനും മഹത്വം അങ്ങേക്കായി തരുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.